നിങ്ങൾ ടീച്ചറിനെ പേടിച്ച് ഒളിച്ചിരുന്നിട്ടുണ്ടോ? എന്നാൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇറ്റ്സ് എ സ്റ്റോറി ടൈം. എപ്പോഴും സീരിയസ് മാത്രം പോലല്ലേ, ഇടയ്ക്കൊരു നമ്മുടെ ലൈഫിലെ രസകരമായ സ്റ്റോറീസും വേണ്ടേ. അപ്പോൾ നിങ്ങൾ കേട്ടിരുന്നു എൻ്റെ ചെറുപ്പ സമയം, അതായത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഒരു 10 രൂപ കിട്ടിയതല്ല, എടുത്തതാണ്. അന്ധകാലത്തിൽ 10 രൂപ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ അറിഞ്ഞാൽ എന്നെ ഒന്ന് കൊല വിളിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ നേരെ ഈ പൈസയായിട്ട് വലിയ രാജാവിനെ പോലെ ഞാനിങ്ങനെ സ്കൂളിലോട്ട് കടന്നു ചെല്ലുകയാണ്. സ്കൂളിൽ ചെന്ന് എല്ലാ പിള്ളേർക്കും ഞാൻ ശർക്കര മുട്ടായി മേടിച്ചു കൊടുത്തു. അന്നൊക്കെ എത്രയാ, 1 രൂപയ്ക്കൊക്കെ 7, 8, 10 ശർക്കര മുട്ടായി കിട്ടും. എല്ലാവർക്കും മേടിച്ചു. എൻ്റെ ബർത്ത്ഡേ തോന്നി, ഞാൻ എല്ലാവരും ഒന്ന് വിഷ് ചെയ്തു. എൻ്റെ ബർത്ത്ഡേ ഒന്നല്ല, എന്നിട്ട് ഞാൻ എല്ലാവർക്കും മേടിച്ചു കൊടുത്തു. എല്ലാവരും വിശ്വസിച്ചു. പിന്നെ പിള്ളേർക്ക് നമ്മളെ പുറകെ നടക്കും, ഒരു മുട്ടായി തരാം, ഒരു മുട്ടായി തരാന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നെ ഭയങ്കര പരിഗണനയൊക്കെയാണ്. പക്ഷെ പറ്റിപ്പോയ അവസ്ഥ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലാസ്സിൽ ടീച്ചർ വന്ന സമയത്ത് ഈ പിള്ളേർ പറഞ്ഞു, ടീച്ചറേ ഇവൻ്റെ ബർത്ത്ഡേ ആണ്. എന്നിട്ട് പറഞ്ഞു ഇവനെ മുട്ടായി ഉണ്ടെന്ന്. എൻ്റെ കഷ്ടകാലത്ത് ഞാൻ ഈ മുട്ടായി കൊണ്ട് ടീച്ചറെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ടീച്ചർ ചോദിച്ചു നിന്റെ ബർത്ത്ഡേ ആണോ ചോദിച്ചു. ടീച്ചർക്ക് എൻ്റെ ബർത്ത്ഡേ അറിയായിരുന്നു. പെട്ടില്ലേ, ഒറ്റ ചോദ്യം ചെയ്യുന്നു. ഞാൻ പിന്നെ നിഷ്കളങ്കനായതുകൊണ്ട് കരഞ്ഞ് സത്യം പറയാം. പുള്ളിക്കാരി പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി അമ്മ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ വീട് വഴി പോകാറുണ്ട്, അപ്പോൾ അമ്മ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ജീവിതം തീർന്നു. നമ്മുടെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അമ്മാടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, അതും ടീച്ചർ. ഈ പുള്ളിക്കാർ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഞാൻ 100 കിലോമീറ്റർ വേഗത വീടിൻ്റെ പുറകിൽ ഓടും. അല്ലെങ്കിൽ അവിടെ ഒരു മരമുണ്ട്, മരത്തിൻ്റെ പുറകെ ഒളിച്ചിരിക്കും. എൻ്റെ പുള്ളിക്കാരെ പോയി എങ്ങ് ദൂരെ എത്തിയെന്ന് കാണുമ്പോഴത്തേക്കും ഒന്നിങ്ങനെ പുറത്തു വരും. അങ്ങനെ എത്ര നാളാന്നാണ് പേടിച്ചിരുന്നിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും രസകരമായിട്ടുള്ള സ്റ്റോറീസ് നടന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഒന്ന് ഫോളോ ചെയ്തേക്കണേ. കുറച്ച് പാടേ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ.